നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. H-1B വിസയിൽ ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് എഞ്ചിനീയർമാരെ അയക്കുന്നത് വെട്ടിക്കുറച്ച് ഇന്ത്യൻ IT സ്ഥാപനങ്ങൾ. TCS, ഇൻഫോസിസ്, വിപ്രോ മുതലായ വൻകിട IT കമ്പനികളാണ് തങ്ങളുടെ എഞ്ചിനീയർമാരെ അയക്കുന്നത് ഗണ്യമായി കുറച്ചത്. ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ ചിലവേറിയതും സങ്കീർണവുമായതോടെയാണ് ഇന്ത്യയിലെ മുൻനിര സോഫ്റ്റ്വെയർ സേവന കമ്പനികൾ H-1B വിസകളെ ആശ്രയിക്കുന്നത് കുറച്ചത്. അതേസമയം അമേരിക്കയിലെ വൻകിട കമ്പനികളാകട്ടെ ഇതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ആഗോള പ്രതിഭകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അവർ H-1B നിയമനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് AI പോലെയുള്ള മേഖലകളിൽ. TCS, ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾ 5 വർഷത്തിനിടെ H-1B ഫയലിംഗുകൾ ശരാശരി 46% കുറച്ചതായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡേറ്റ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം TCS 5505 H-1B വിസ ജീവനക്കാരെയാണ് US-ലേക്ക് അയച്ചത്. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയത്, രാഷ്ട്രീയ അസ്വസ്ഥത, ഇന്ത്യ-US വ്യാപാര തർക്കങ്ങൾ, വർദ്ധിച്ചു വരുന്ന പ്രാദേശികവാദം എന്നിവ H-1B വിസ നടപടിക്രമങ്ങളെ മന്ദഗതിയിലാക്കുകയും കൂടുതൽ ചെലവേറിയതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഔട്ട്സോഴ്സ് ചെയ്യുന്ന US സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്താൻ ലക്ഷ്യമിടുന്ന നിയമം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. വിദേശത്തു നിന്നുള്ള എഞ്ചിനീയർമാരുടെ ഒഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്നതാണ് നിർദ്ദിഷ്ട നിയമം.